നെഹ്റു സ്മരണകൾ BJP ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസിന് പരക്കെയുള്ള ആക്ഷേപം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇതുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർക്കൊരു അങ്കലാപ്പായിരുന്നു. ഇപ്പോൾ നെഹ്റു സ്മരണകളും കൂടി ഇല്ലാതാക്കുമ്പോൾ അത് അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ്. അങ്ങയുടെ ചോദ്യത്തിനകത്ത് രണ്ട് ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ BJPയുടെ ആശയമല്ല. അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേണ്ട, പിരിച്ചുവിടണം എന്ന് ആദ്യം പറഞ്ഞയാൾ മഹാത്മാഗാന്ധിയായിരുന്നു. പിൽക്കാലത്ത് കേരളത്തിൽ EMS അത് പറഞ്ഞിട്ടുണ്ട്. EMSന്റെ കാര്യം പോട്ടെ, കോൺഗ്രസ് മുക്തമാകണം ഭാരതമെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ പറഞ്ഞു, ഇനി ഇത് കൊള്ളുകയില്ല, പാടില്ല. രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് നിന്നോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വേണ്ടെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കാനാണ്, അത് യാഥാർത്ഥ്യമാക്കാനാണ് നരേന്ദ്രമോദിയും BJPയും ശ്രമിക്കുന്നത്. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് നെഹ്റു അനുസരിച്ചിട്ടില്ല എന്നും ആ കൂട്ടത്തിൽ പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് നെഹ്റുവിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഗാന്ധിയുടെ നിർദ്ദേശം നെഹ്റു അനുസരിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ചരിത്രത്തിൽ പഴയ പല ഓർമ്മപ്പെടുത്തലുകളും വേണ്ടി വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ സ്മരണകളെ ഇല്ലാതാക്കാനല്ല നരേന്ദ്രമോദിയോ ഭാരതീയ ജനതാ പാർട്ടിയോ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗോ ശ്രമിക്കുന്നത്. ആ സ്മരണകളെ നിലനിർത്താൻ വേണ്ടിയാണ്. നെഹ്റുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ സ്മരണകളെ നിലനിർത്താനാണ് പല സന്ദർഭങ്ങളിലും ആ പേര് ആവർത്തിക്കുന്നതെന്ന് എനിക്ക് തെളിവുകൾ സഹിതം മുന്നോട്ട് വയ്ക്കാൻ പറ്റും. നെഹ്റുവിൻ്റെ പല പ്രവർത്തികളും മൂടി വെക്കുന്നതിലായിരുന്നു പലർക്കും താല്പര്യം. ഞാൻ ഉദ്ദേശിക്കുന്ന ലേഡി മൗണ്ട് ബാറ്റന്റെ ഒന്നും കാര്യം മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സരോജിനി നായിഡുവിൻ്റെ മകൾ പത്മജ നായിഡുവിൻ്റെ കാര്യമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് കമലാ നെഹ്റുവിനോടുള്ള പരിഗണനയിൽ നെഹ്റു കാണിച്ച വീഴ്ചകളുമല്ല. അതൊക്കെ ഡോക്ടർ ശശി തരൂരിനെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട്. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ MO മത്തായി എഴുതിയിരിക്കുന്ന ആ റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്, അതിനകത്ത് പറഞ്ഞിട്ടുള്ള നെഹ്റുവിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വഴിവിട്ട പോക്കുകൾ സ്മരണയിൽ നിലനിർത്താൻ ആണ് കോൺഗ്രസ് പക്ഷം ആഗ്രഹിക്കുന്നെങ്കിൽ BJP ആ സ്മരണ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് പറയാനുള്ളത്, ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട, ഭാരതത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ നെഹ്റുവിൻ്റെ സംഭാവനകൾ സ്മരണീയമാണെങ്കിൽ നെഹ്റു വരുത്തിയിട്ടുള്ള അക്ഷന്തവ്യമായ അപരാധങ്ങൾ, ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റുകൾ, കരുതി കൂട്ടിയുള്ള രാജ്യവിരുദ്ധ നിലപാടുകൾ, അതാർക്കും മറക്കാനും കഴിയില്ല. അതുകൊണ്ട് സ്മരണ നിലനിർത്തുക എന്ന് പറയുമ്പം സോണിയ പറയുന്നത് പോലെ ചില സ്മരണകൾ ഉണ്ടാവണം, ചിലതുണ്ടാവരുത് എന്ന് അർത്ഥമാക്കില്ല. അത് സോണിയയുടെ കാര്യത്തിലും അത് തന്നെയാണ്. സോണിയയെക്കുറിച്ച് സ്മരിക്കുമ്പം സോണിയ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഇതെല്ലാം ചരിത്രത്തിൽ വരും, ചർച്ചയിൽ വരും. അതിന് ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഭാരതത്തിൻ്റെ ഒരു അഭിമാന കഥാപാത്രം തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയാൻ വേണ്ടി, രാജ്നാഥ് സിംഗുമായിട്ട് സംവാദം ചെയ്യാൻ വേണ്ടി ഈ സോണിയ ആരാണ്, ഈ അന്റോണിയ മൈന ആരാണ്? അവർക്ക് ഭാരതത്തെക്കുറിച്ച് എന്തറിയാം? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെക്കുറിച്ച് അറിയാം, എന്തറിയാം? അവർക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും അറിയത്തില്ല. അതാണ് യാഥാർത്ഥ്യം.
ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോഴത്തെ വിവാദ വിഷയം എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 1950കളുടെ ആരംഭത്തിൽ നമ്മുടെ ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു ബാബരി മസ്ജിദ് സർക്കാർ ചെലവിൽ പുതുക്കി പണിയാനൊരു ശ്രമം നടത്തി, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നൊരു വിഷയം ചർച്ചയിൽ വന്നിരിക്കുന്നു. അത് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ആകാശത്തുനിന്ന് പണ്ട് സത്യസായി ബാബ ഭസ്മം എടുക്കുന്നത് പോലെ ഒരു സംഭവം എടുത്ത് പറഞ്ഞതല്ല. അത് പറയുമ്പം സർദാർ പട്ടേലിന്റെ മകൾ മണിബെൻ പട്ടേൽ അവരുടെ ആത്മകഥയുടെ രൂപത്തിൽ അവർ കുറിച്ചിട്ടുള്ള ഡയറി കുറിപ്പുകളിൽ അതിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമായത് ബാബർ മസ്ജിദിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് ചെയ്യണം, സർക്കാർ ചെലവിൽ പണിയണം എന്നുള്ള സംഗതി നെഹ്റു സൂചിപ്പിച്ചെന്നും അത് നടക്കാതെ പോയതിന്റെ കാരണങ്ങളും ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം നെഹ്റു മാത്രമായിരുന്നില്ല കോൺഗ്രസിനകത്ത് സർദാർ പട്ടേലും രാജേന്ദ്ര പ്രസാദും ഒരു പരിധിവരെ ഗോവിന്ദ വല്ലഭ് പന്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നെഹ്റുവിനെ പോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തെ പരിഗണിക്കാതിരിക്കുകയും ബാബറിന്റെ മസ്ജിദും ഓർക്കം സമയം കിട്ടുമ്പോൾ സ്വന്തമായും കുടുംബമായും ബാബറിന്റെ ശവകുടീരത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് നെഹ്റു ചെയ്തു, ഇന്ദിരയെ കൊണ്ട് ചെയ്യിച്ചു, രാജീവും രാഹുലും സോണിയയും എല്ലാം ഒരു പിതൃഭൂമിയിലേക്ക് ചെല്ലുന്ന പിതൃതർപ്പണം ചെയ്യുന്ന ഭാവത്തോടുകൂടി അവിടെ ചെന്ന് അവർ നിൽക്കുന്ന ചരിത്രമൊക്കെ നമുക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് ബാബറി മസ്ജിദ് പുതുക്കി പണിയണം, അതിനുവേണ്ടി സർക്കാർ പണം ചെലവാക്കണം എന്ന് പറഞ്ഞ വസ്തുത സർദാർ പട്ടേലിന്റെ മകൾ മണിബെൻ പട്ടേലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മണിബെൻ പട്ടേലിനെയും സർദാർ പട്ടേലിനെയും ഒക്കെ വെല്ലുവിളിക്കാൻ മാത്രം ഇറ്റലിക്കാരത്തി അന്റോണിയോ മൈന സോണിയയ്ക്ക് ശേഷിയും ശേമഷിയും ഉണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് രാജ്നാഥ് സിംഗിനെ വിശ്വസിക്കാനും ആധികാരിക ശബ്ദം ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയുടേതാണെന്ന് അംഗീകരിക്കുവാനേ ബുദ്ധിയുള്ള മനുഷ്യന് കഴിയുകയുള്ളൂ. ശരിയാണ്, അതുകൊണ്ട് അത് ശരിയാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിത് കഴിഞ്ഞിടത്ത് പൊതുജനം പണമുടക്കിയാണ്. അതിൻ്റെ ആ പ്രതിഷ്ഠാ സന്ദർഭത്തിലേക്ക് രാജ്നാഥ് സിംഗിനെ പോകുന്നതിന് വിലക്കിയ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ പോകുന്നതിന് വിലക്കിയ ജവഹർലാൽ നെഹ്റു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന KM മുൻഷിക്ക് തടസ്സം സൃഷ്ടിച്ച ജവഹർലാൽ നെഹ്റു സോമനാഥത്തിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചാൽ അത് ഹിന്ദു റിവൈവലിസമായിരിക്കുമെന്ന് പറഞ്ഞ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകൾ നിലനിൽക്കണം. ഭാരതം അറിയണം, ഭാരതത്തിലെ ഭൂരിപക്ഷ ജനസമൂഹം ഹിന്ദു അറിയണം. എന്തായിരുന്നു നെഹ്റുവിന്റെ ഈ കാര്യങ്ങളുടെ അഭിപ്രായമെന്ന്. സോമനാഥ ക്ഷേത്രം പണിയരുത്, പണിയുക പോലും ചെയ്യരുത്, ആരുടെ ചെലവിലാണെങ്കിലും. ബാബരി മസ്ജിദ് സർക്കാർ ചെലവിൽ പണിയും വേണം. ഏതായാലും അതിനപ്പുറം ഒരു കാര്യം കൂടി സ്മരിക്കാം, ഓർമ്മിപ്പിക്കാം. നാളെ പാർലമെന്റിൽ ഒരു ചർച്ച നടക്കാൻ പോകും വന്ദേ മാതരത്തെക്കുറിച്ച്. അതെ, ഈ വന്ദേ മാതര കാര്യത്തില് നെഹ്റുവിന്റെ നിലപാടെന്തായിരുന്നു? 1896 കോൺഗ്രസ് സമ്മേളനം, ഒരു മുഹമ്മദ് റഹാനി എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ടയിൽ നടക്കുമ്പം അവിടെ വെച്ച് രവീന്ദ്രനാഥ് ടാഗോറാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സൃഷ്ടിയായ വന്ദേ മാതരം ട്യൂൺ കൊടുത്ത് അവിടെ വെച്ച് പാടിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആ സംഗതി ആ മുഹമ്മദ് റഹാനി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റിന് പരാതിയില്ലായിരുന്നു. അതേ സമയത്ത് തന്നെ അവിടെ പാടിയ ടാഗോറിനും പ്രശ്നമില്ലായിരുന്നു.
1937 ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് അതിൻ്റെ ആദ്യത്തെ 2 പാദം മതി, ബാക്കിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് പ്രകോപനകരമായ കാര്യം എന്തോ ഉണ്ടെന്ന് ആരോ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ 96 ഇല്ലായിരുന്ന പരാതി നെഹ്റു വന്നപ്പോൾ 37 വന്ദേ മാതരത്തിനെ വെട്ടിമുറിച്ചു. ഭാരതത്തെ വിഭജനം ചെയ്ത, ഭാരതത്തിനെ വെട്ടിമുറിക്കുന്നതിന് കൂട്ടുനിന്ന ജവഹർലാൽ നെഹ്റു വന്ദേ മാതരത്തെയും വെട്ടിച്ചുരുക്കുന്നതിന് വഴിയൊരുക്കി. ഇതൊക്കെ ഭാരതം ചോദിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും പാർലമെന്റിൽ ഈ വിഷയം ചോദ്യമുണ്ടാകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതൊക്കെ ഭയപ്പെടുന്നത് കൊണ്ടാണ് സോണിയ കഴിഞ്ഞ ആഴ്ച വന്ദേ മാതര ചർച്ചയെ പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും അത് മാറ്റിവെക്കുന്നതിന് നിർബന്ധിതമാക്കിയതും അത് വരുന്നതിന് മുമ്പ് തന്നെ, ആ വെടിക്കെട്ട് വരുന്നതിന് മുമ്പ് നെഹ്റുവിൻ്റെ ഭാരത ചരിത്രത്തിലെ ആ നകാരാത്മകമായ നെഗറ്റീവായ ഇടപെടലുകളെ വീണ്ടും ശ്രദ്ധയിൽ വരുത്തുവാൻ പോകുന്നു എന്നൊരു സാഹചര്യത്തിലാണ് അന്റോണിയോ മൈന എന്ന സോണിയ ഈ ഒരു വിഷയമായി വന്നിരിക്കുന്നത്. അവസാനം ഒരൊറ്റ വാക്ക്, സോണിയയെ സംബന്ധിച്ചിടത്തോളം ബാബറി മസ്ജിദ് പണിയുന്നോ ഇല്ല എന്നുള്ളതല്ല വിഷയം. അവരുടെ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രം ഉണ്ടാവരുമെന്നുള്ളതാണ്, സോമനാഥ ക്ഷേത്രവും ഉണ്ടാവരുമെന്നുള്ളതാണ്. കൃത്യമായും ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ആളാണ് സോണിയ. ആ സോണിയയ്ക്ക് ബാബറി മസ്ജിദ് പണിയാൻ പണം മുടക്കാൻ, സർക്കാർ പണം മുടക്കാൻ പറഞ്ഞ നെഹ്റുവിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൽ അപകടമുണ്ടെന്ന് സംശയമുണ്ടാവും. ആ സംശയം അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. സംശയം അവർക്കാകാം. പക്ഷെ രാജ്നാഥ് സിംഗിനെയോ ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു പുത്രനെയോ ആവക കാര്യങ്ങൾ ഉയർത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന്, എതിർക്കുന്നതിന് സോണിയയ്ക്ക് ഒരവകാശവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.